തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതിയും മരിച്ചു. പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശി ബിനുവാണ് മരിച്ചത്. ചെങ്കോട്ടുകോണം സ്വദേശി ജി സരിതയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയപ്പോഴാണ് ബിനുവിനും സാരമായി പൊള്ളലേറ്റത്. അജീഷ് ജയകുമാർ ചേർന്നു. അജീഷ് ജയകുമാർ, സാമ്പത്തിക തർക്കം അങ്ങനെ എന്തോ ആണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നു. അന്ന് ഈ തീ കൊളുത്തിയ ദിനം കിണറ്റിലേക്ക് വീഴുകയും ചെയ്തിരുന്നു ഈ പ്രതി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 4-ാം തീയതി രാത്രിയാണ് ചെങ്കോട്ടുകോണം മേലേക്കുണ്ടയത്ത് താമസിക്കുന്ന സരിതയുടെ വീട്ടിലെത്തി ബിനു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഈ തീ കൊളുത്തുന്ന സമയത്ത് ഇയാളുടെ ദേഹത്തും തീ പടർന്നിരുന്നു. തുടർന്ന് ബിനു വീടിന് പിറകിലെ കിണറ്റിലേക്ക് എടുത്തു ചാടി. യുവതിയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ പരിക്കേറ്റ സരിത പിറ്റേ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. കഴക്കൂട്ടത്ത് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് കിണറ്റിൽ വീണ ബിനുവിനെ രക്ഷിച്ചെടുത്തത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 50% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ബിനുവിനെ. ഇന്ന് വൈകിട്ട് 6:45 ബിനുവും മരണപ്പെട്ടത്. ഇരുവരും തമ്മിൽ ഏറെ നാളായി അടുപ്പമുണ്ടായിരുന്നു. സരിതയുടെ ഭർത്താവ് 10 വർഷം മുമ്പ് മരിച്ചിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഒരു തർക്കമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിൽ. ശരി, ചെങ്കോട്ടുകോണത്ത് യുവതിയെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതിയും ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.